ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ SMC ആണെങ്കിലും ICT ആണെങ്കിലും കുറേയധികം സ്ട്രാറ്റജികൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പല രീതിയിലുള്ള സ്ട്രാറ്റജീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം നമ്മളിപ്പം ഏതൊരു സ്ട്രാറ്റജി നമ്മൾ പഠിക്കുകയാണെങ്കിലും അപ്പോൾ നമ്മളൊരു എൻട്രി പുഷ് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് കോൺഫിഡൻസ് ആവാൻ വേണ്ടി നമ്മൾ പല ടൈപ്പിലുള്ള കൺഫർമേഷൻസ് രീതികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിലർ ക്യാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് ബെറ്ററാണ്. എന്താണ് ഒരു കൺഫർമേഷൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. പക്ഷേ നമ്മൾ അതിനപ്പുറം കുറേയധികം സ്ട്രാറ്റജികൾ നമുക്ക് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു എൻട്രി എടുക്കുക, നമുക്ക് അത്രത്തോളം കോൺഫിഡൻസ് ആയിട്ടിരിക്കാൻ വേണ്ടി കുറേയധികം കൺഫർമേഷൻസ് രീതികൾ ഉണ്ട്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചധികം കൺഫർമേഷൻസ് ആണ്, എൻട്രി കൺഫർമേഷൻസ്. എങ്ങനെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു എൻട്രി എടുത്തിട്ട് നമുക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പം ആ രീതിയിലുള്ള കൺഫർമേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കൺഫർമേഷൻസ് ആണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ VSR. ഓക്കെ, VSR പാറ്റേൺ, അതുപോലെ തന്നെ ഫിക്സഡ് റേഞ്ച് വോളിയം, അതുപോലെ തന്നെ സെക്കൻഡ് മിറ്റിഗേഷൻ ഏരിയ, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം, അതുപോലെ തന്നെ വോളിയം പ്രൊഫൈൽ ഓൺ ദ ഓർഡർ ബ്ലോക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SMC ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ICTയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു സെറ്റപ്പ് ഒന്നെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി സെറ്റപ്പ്, അതുപോലെ തന്നെ ഫിൽട്ടർ ഔട്ട് റിസ്കി എൻട്രീസ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു എൻട്രി നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുക. ഓക്കെ, റിസ്ക് ആയിട്ടുള്ള എൻട്രികൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു കൺഫർമേഷൻസ് രീതി എന്നുള്ളത്. ഓക്കെ, അപ്പം SMC എക്സ്ട്രാ കൺഫർമേഷൻസ്, VSR പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു V ഷേപ്ഡ് റിക്കവറിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ വോളിയം ഇൻഡിക്കേറ്റർ ഓൺ ദ ഓർഡർ ബ്ലോക്ക്, യൂസിങ് വോളിയം ഇൻഡിക്കേറ്റർ ഓൺ ദ ഓർഡർ ബ്ലോക്ക്. അതായത് വോളിയം യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റലി ആയിട്ടുള്ളൊരു അനലൈസാണ്. ആ ഒരു രീതി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കൺഫർമേഷൻസ് എടുക്കാം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം, യൂസിങ് ദ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഇൻ ദ അഡ്വാൻസ് വേ ഓഫ് ഫിൽട്ടർ ഔട്ട് റിസ്കി ട്രേഡ്സ്. അതായത് പ്രീമിയവും ഡിസ്കൗണ്ട് ഏരിയയും നമ്മൾ കുറേയധികം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്നുള്ള ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഫിക്സഡ് റേഞ്ച് വോളിയം ഇൻഡിക്കേറ്റർ ഒരു നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തത് സെക്കൻഡ് മിറ്റിഗേഷൻ ഏരിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എന്താണ് ഈ ഒരു VSR പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു എൻട്രി എടുക്കാൻ വേണ്ടി ഒരു ഡിമാൻഡ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്ലൈ ഏരിയയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നതിന് ശേഷം ആ ഒരു ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു V പാറ്റേൺ മാർക്കറ്റ് തരും. അതാണ് ഈ ഒരു VSR എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഒരു V പാറ്റേൺ മാർക്കറ്റ് നമുക്ക് തരും. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം, V ഷേപ്ഡ് റിക്കവറി കൺഫർമേഷൻ. അതായത് ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിലൊരു സപ്ലൈ ഏരിയ ആണ്. ആ ഒരു സപ്ലൈ ഏരിയയിൽ ആ ഒരു V ഷേപ്ഡ് റിക്കവറി കൺഫർമേഷൻ, അതായത് VSR പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു VSR പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനർത്ഥം എന്നുള്ളത്, അത് മീൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി. ഓക്കെ, മാർക്കറ്റിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി പമ്പായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു V ഷേപ്ഡ് റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് VSR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ആ ഒരു VSR പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് രണ്ടാമത് വന്ന് ആ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് രണ്ടാമത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ നിന്ന് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു VSR പാറ്റേൺ മാർക്കറ്റ് തന്നു, രണ്ടാമത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റിജക്ഷൻ തരുന്നു. അതുപോലെ തന്നെ നമുക്ക് പിന്നെയും കൺഫർമേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ RSI യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു സപ്ലൈ ഏരിയ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് വന്നു, VSR പാറ്റേൺ തരുന്നു. ഇവിടെ നമുക്കൊരു VSR പാറ്റേൺ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് വന്നു റീടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എന്ത് യൂസ് ചെയ്യാം വേണമെങ്കിൽ RSI യൂസ് ചെയ്യാം. RSI യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൈവേർജൻസ് കിട്ടി. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു കൺഫർമേഷൻസ് രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ അതാണ് ഈ ഒരു VSR പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്ക് VSR പാറ്റേൺ കിട്ടി, രണ്ടാമത് റീടെസ്റ്റിൽ നമ്മൾ എൻട്രി എടുക്കുന്നു, അതാണ് VSR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുപരി നമുക്ക് അഡീഷണൽ ആയിട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അത്രത്തോളം എൻട്രിക്ക് എന്താണ് ക്വാളിറ്റി കൂടും. ഓക്കെ, ഇനി ഒരു സപ്ലൈ ഏരിയ, മാർക്കറ്റ് 1 അവറിലുള്ള ഒരു സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് വന്നു, ടാപ്പ് ചെയ്തു, പമ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു V ഷേപ്പ്ഡ് പാറ്റേൺ നമുക്ക് കിട്ടി. ഇവിടെ എന്താണ്? ഒരു V ഷേപ്പ്ഡ് പാറ്റേൺ നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? രണ്ടാമത് മാർക്കറ്റ് അവിടെ വന്ന് റീടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുമ്പ് മാർക്കറ്റ് ഒരു FEGയോ കാര്യങ്ങളോ ഒക്കെ മാർക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു FEGയിൽ വന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ ഒരു VSR കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു സൈനാണ് മാർക്കറ്റ് നമുക്ക്, ഒരു സിഗ്നലാണ് മാർക്കറ്റ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി ആക്റ്റീവ് ആയിട്ടുണ്ട്, രണ്ടാമത് മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് ഏരിയ വന്ന് റീടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ FEG ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ FEGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഈ ഒരു VSR പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. നല്ലൊരു കൺഫർമേഷൻ രീതിയാണ് ഈ ഒരു VSR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? മാർക്കറ്റ് ഒന്നെങ്കിൽ ആ ഒരു FEG ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള FEG, അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയ. ഓക്കെ, എന്താണ്? മാർക്കറ്റ് ഒരു FEGയും കാര്യങ്ങളും തന്നു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു FEG അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ഏരിയ നമുക്ക് ഒരു ബൈ സൈഡിലോട്ട്, ഇവിടെ ഒരു ബൈ സൈഡിലോട്ട് എൻട്രി നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ VSR തന്നു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, നെക്സ്റ്റ് FEGയിൽ മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പം ഇതാണ് പക്കയായിട്ട് VSR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഈ ഒരു കൺഫർമേഷൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി രണ്ടാമത്തെ കാര്യം, വോളിയം ഇൻഡിക്കേറ്റർ. അപ്പോൾ നമ്മൾ ഈ വോളിയം ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പലയിടത്തും കണ്ടു കാണും, പക്ഷേ നമുക്കത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. വോളിയം ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റലി ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, എത്രത്തോളം അവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഓർഡേഴ്സ് അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വോളിയം ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്ക് ഒരു വോളിയം ഇൻഡിക്കേറ്റർ നമ്മൾ ഇപ്പം ട്രേഡിംഗ് വ്യൂവിൽ ചെന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിൽ പോയി ആ ഒരു വോളിയം എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വോളിയം ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ചാർട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ EURUSDയുടെ 1 hour ചാർട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ് ആക്സിസിൽ നിന്നും Y ആക്സിസിലോട്ടുള്ള ഈ ഒരു ബാർസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ വന്നു. അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം? ഓരോ ബാർസും എന്താണ്, എത്രത്തോളം വോളിയം ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വോളിയം ഇൻഡിക്കേറ്ററിനെ പറ്റി വളരെ ബേസ് ആയിട്ടുള്ള ആ ഒരു കൺഫർമേഷൻ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഈ വോളിയം ഇൻഡിക്കേറ്ററിനെ പറ്റി നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞ് ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ഓർഡേഴ്സ് എക്സിക്യൂട്ടഡ്, എത്രത്തോളം ഓർഡേഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം വോളിയം ഓർഡേഴ്സ് അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു വോളിയം ഇൻഡിക്കേറ്റർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പോസിറ്റീവ് വോളിയം, നെഗറ്റീവ് വോളിയം. എന്താണ് പോസിറ്റീവ് വോളിയം? നമുക്കിവിടെ കാണാൻ പറ്റും. എന്താണ് പറ്റും? ഇവിടെ നെഗറ്റീവ് വോളിയം. ഈ നെഗറ്റീവ് വോളിയം നിങ്ങൾക്ക് ഇവിടെ ഒരു ബിയറിഷ് മൊമെൻ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ഒരു ബിയറിഷ് മൊമെൻ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ബിയറിഷ് മൊമെൻ്റത്തിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? റെഡ് ആയിട്ടുള്ള ആ ഒരു ബാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ കളർ ഓഫ് ദ ബാർ ഡിപ്പെൻഡ് ഓൺ വെദർ ദ ക്യാൻഡിൽ ക്ലോസ്ഡ് എബോവ് ഓർ ബിലോ ഇറ്റ്സ് ഓപ്പണിംഗ് പ്രൈസ്. അതായത് ക്യാൻഡിലിൻ്റെ നമുക്കറിയാം എന്താണ് ഗ്രീൻ ക്യാൻഡിൽ എന്താണെന്നറിയാം, അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽ എന്താണെന്നറിയാം. അത് ഗ്രീൻ ക്യാൻഡിൽസ് അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽസ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പം അതുപോലെ തന്നെ ഇവിടെ റെഡ് ക്യാൻഡിൽസും അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽസിന് താഴെയായിട്ട് വരുന്ന ആ ഒരു ബാർസും എന്താണ്, ആ ഒരു നെഗറ്റീവ് വോളിയത്തെ നമ്മളെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് വോളിയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പോസിറ്റീവ് വോളിയം എന്നുള്ള കാര്യം ഇവിടെ മീൻ ചെയ്യുന്നുണ്ട്. അപ്പം പോസിറ്റീവ് വോളിയം, നെഗറ്റീവ് വോളിയം ഇത് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കിവിടെ മാർക്കറ്റിൽ ഇവിടെ ഒരു സ്ട്രോങ് ബൈ നടന്നിട്ടുണ്ട് എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ചാർട്ടിൽ ഈ ഏരിയയിൽ നിങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബയ്യർ
ഓക്കെ, സ്ട്രോങ് ബൈ എവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രോങ് ബൈ കാണാൻ പറ്റും. എന്താണ് ഇവിടെ ഒരു സ്ട്രോങ് ബൈ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്ട്രോങ് ബൈ കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾ നേരെ ആ ഒരു വോളിയം ഇൻഡിക്കേറ്ററിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ആ ഒരു സ്ട്രോങ് ബൈ നടന്നിട്ടുള്ള ഏരിയയിൽ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ക്യാൻഡിൽസിനെയും മാർക്കറ്റ് എന്താണ് ഓരോ ബാഴ്സും മാർക്കറ്റ് എടുത്തെടുത്ത് മുകളിലോട്ട് പോയേക്കുന്ന കാണാൻ പറ്റും. അതായത് ഈ ഒരു സ്ട്രോങ് ബൈയിൽ നിങ്ങൾക്ക് ഇവിടെയും വോളിയം ഇൻഡിക്കേറ്ററിലും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയേക്കുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലും സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് എന്താണ് ആ ഒരു ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽസ് ഓരോ ഗ്രീൻ ക്യാൻഡിൽസും ഇങ്ങനെ എടുത്തെടുത്ത് മുകളിലോട്ട് പോയേക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബാഴ്സും എടുത്തെടുത്ത് മുകളിലോട്ട് പോയേക്കുന്ന കാണാൻ പറ്റും. അപ്പം ഇവിടെ എന്താണ് മാർക്കറ്റ് നടന്നിരിക്കുന്നത്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈ ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഒരു പുൾ ബാക്ക് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള ബൈ നടന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ബൈ ഇവിടെ നടന്നിട്ടുണ്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ച് വരെ. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് ആ ഒരു ബൈ കുറച്ച് എന്താണ് കുറഞ്ഞു എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഓരോ ബാഴ്സും ഇങ്ങനെ താഴോട്ട് പോയേക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ആ ഒരു വോളിയം കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു താഴോട്ട് ഇറങ്ങി വന്നേക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ സ്ട്രോങ് ബൈ അല്ല, നേരെ മറിച്ച് അതിന് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് ആ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ചാർട്ടും അതുപോലെ തന്നെ ആ ഒരു വോളിയം ഇൻഡിക്കേറ്ററും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം സ്ട്രോങ് സെല്ലേഴ്സ്. അപ്പോൾ പലരും വിചാരിക്കും ബൈ ആണെങ്കിൽ ആ വോളിയം മുകളിലോട്ട് പോകും, ഇനി സെൽ സൈഡ് ആണെങ്കിൽ വോളിയം താഴോട്ട് വരും. അങ്ങനല്ല, യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല. അത് പലർക്കും ഉള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് സെല്ല് നടന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള സെല്ല് നടന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യവും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രോങ് സെല്ല് നടന്നിട്ടുള്ള ഏരിയയിൽ ഈ ഒരു വോളിയം അപ്പ് സൈഡിലോട്ട് കയറി പോയേക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ട്രെൻഡ് അതായത് സെൽ സൈഡിലോട്ട് ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വന്ന ആ ഒരു ട്രെൻഡ് മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വരിക. അപ്പോൾ ആ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു വോളിയം ഇൻഡിക്കേറ്റർ എങ്ങനെ നിൽക്കുന്നു? മുകളിലോട്ട് കയറി നിൽക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, അതും സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ബാർസ് ആണ്. ഓക്കെ, എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ബാർസ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ബാർസ് മുകളിലോട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് കയറി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു റേഞ്ച് ഇതൊരു പുൾ ബാക്കാണ്. എന്താണ് ഇതൊരു പുൾ ബാക്കാണ്. ഈ ഒരു റേഞ്ചിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് കയറിയത് അതുപോലെ തന്നെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു സ്ട്രോങ് സെല്ലിലോട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെയും ഒരു വളരെ ചെറിയൊരു പുൾ ബാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ എന്താണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇന്ന് ആ ഒരു സെല്ല് താഴോട്ടിറങ്ങി പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഒരു സ്ട്രോങ് സെല്ല് അതുപോലെ തന്നെ ആ ഒരു സെല്ലിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ കുറഞ്ഞു എന്നത് നിങ്ങൾക്ക് ഇവിടെ വോളിയം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പക്ക ഫണ്ടമെൻ്റലാണ്. ഇത് എങ്ങനെ സ്മാർട്ട് മണിയുമായിട്ട് കമ്പയർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സ്ട്രോങ് ആയിട്ട് എന്താണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. ദെൻ ആ പുൾ ബാക്ക് വന്നപ്പോൾ എന്താണ് ഇങ്ങനെ ആ ഒരു വോളിയം താഴോട്ട് ഇറങ്ങിപ്പോയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു റേഞ്ചിൽ മുകളിലോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് നിൽക്കുവാണ് ആ ഒരു വോളിയം. ഓക്കെ, അതെന്താണ് വളരെ ആ ഒരു പുൾ ബാക്ക് വന്നപ്പം ആ ഒരു താഴോട്ട് ഇറങ്ങിയേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് എന്താണ് ഈ ഒരു ആ ഒരു ബൈ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ആ ഒരു സെൽ കണ്ടിന്യൂവേഷൻ നമുക്ക് എങ്ങനെ ആ ഒരു വോളിയം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാമെന്നുള്ള കാര്യം, എത്രത്തോളം വോളിയം പമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ എങ്ങനെ ഈ ഒരു വോളിയം ഇൻഡിക്കേറ്റർ നമുക്ക് ഈ SMC ആയിട്ട് കണക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഓർഡർ ബ്ലോക്സ് ആർ നോൺ ആസ് ഡിസിഷണൽ ഏരിയാസ് ദാറ്റ് ഫോം ബിഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഓക്കെ, FEG ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. സോ അവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. സോ എന്താണ് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ പറഞ്ഞു തരാനുള്ള കാര്യം, ഇവിടെ
അൺയൂഷ്വലായിട്ട് ഇൻക്രീസ് ഇൻ വോളിയം. അതായത് മാർക്കറ്റിൽ ആ ഒരു വോളിയം എന്താണ്, ആ ഒരു വോളിയം അൺയൂഷ്വലായിട്ട് ഇൻക്രീസ് ചെയ്യുക. അതായത് ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി. ഓക്കെ, താഴോട്ടിറങ്ങിയതിന് ശേഷം മാർക്കറ്റ് എന്ത് വന്നു, ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന് ശേഷം മാർക്കറ്റിൽ ആ ഒരു വോളിയം അൺയൂഷ്വലായിട്ട് ഇൻക്രീസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രീൻ ബാർ കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തേക്കുന്നത്, പിന്നീട് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിപ്പോയേക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും മാർക്കറ്റ് ആ ഒരു FEGയും കാര്യങ്ങളും തന്നു. അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അതിനുശേഷം എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു റെഡ് ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തു പോയി ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ രീതിയിലാണ് നമ്മളൊരു വോളിയം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് വളരെ ഹൈ പ്രോബബിലിറ്റിയാണ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങാൻ. ഓക്കെ, ഈ ഒരു മാർക്കറ്റ് ആ ഒരു FEGയും കാര്യങ്ങളിൽ നിന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, അല്ലെങ്കിൽ ആ ഒരു പുൾ ബാക്കിന് തൊട്ട് മുമ്പായിട്ട് മാർക്കറ്റിൽ എന്താണ് അൺയൂഷ്വലായിട്ട് ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുകയും, അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു SMCയിൽ നമ്മളെന്താണ് ആ ഒരു കൺഫർമേഷൻ, വോളിയം കൊണ്ട് കൺഫർമേഷൻ എടുക്കുന്ന ഒരു രീതി എന്നുള്ളത്. ഓക്കെ, അതായത് മാർക്കറ്റിൽ അൺയൂഷ്വലായിട്ട് ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുക, ആ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയതിനു ശേഷം, അതായത് ആ ഒരു FEG കാര്യങ്ങൾ തരിക, അത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരിക. ഓക്കെ, എന്നിട്ട് ആ ഒരു വോളിയം അൺയൂഷ്വലായിട്ട് ഇൻക്രീസ് ആവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ടിനെ പറ്റി ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എങ്ങനെ ഈ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ഒരു ലോ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണാൻ പറ്റും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അതിനുശേഷം ആ ഒരു മാർക്കറ്റ് എന്താണ് ഇവിടെ വന്നിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഓക്കെ, ആ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏരിയയിൽ മാർക്കറ്റ് വന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആയിട്ട് മിതിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എന്താണ് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ നമുക്ക് തിരിക്കാം. നമ്മൾ ഫിബ് ടൂൾ എടുക്കുന്നു. ഫിബ് ടൂൾ എടുത്തതിന് ശേഷം ഈ ഒരു ഇക്വിലിബ്രിയത്തിന് മുകളിലുള്ള ഭാഗം പ്രീമിയം ലെവലും, അതുപോലെ തന്നെ ഇക്വിലിബ്രിയത്തിന് താഴെയുള്ള ഭാഗം എന്താണ്, ഡിസ്കൗണ്ട് ഏരിയ ആണ്. അപ്പം നമുക്ക് എന്താണ് ഈ ഒരു റേഞ്ചിലായിട്ട്, ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലായിട്ടാണ് നമുക്കൊരു ബൈ എൻട്രി നമുക്ക് പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താണ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഈ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ സൈഡിലോട്ട് കണ്ടിന്യൂ ചെയ്ത് തരുന്ന മാർക്കറ്റ്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയയെ പറ്റി നല്ല ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ടിനെ പറ്റി ഒരു ക്ലാസ് നല്ല ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് പോയിക്കാൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന മാർക്കറ്റ്. അപ്പം ഈ ഏരിയയിൽ നിന്നും ഈ ഏരിയയിലോട്ട് നമ്മൾ ഫിബ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ പ്രീമിയം ഏരിയയും അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഏരിയയും നമുക്ക് കിട്ടും. ഈ ഒരു 0.5 എന്താണ് ഈക്വിലിബ്രിയം ഏരിയയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡീപ്പ് പ്രീമിയം, അതുപോലെ തന്നെ ഗ്രേ സോൺ, അതുപോലെ തന്നെ ഡീപ്പ് ഡിസ്കൗണ്ട് എന്നൊക്കെ നമ്മൾ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഇവിടെ ഈ ഒരു ഡീപ്പ് പ്രീമിയം ഏരിയ, അതുപോലെ തന്നെ ഗ്രേ സോൺ, അതുപോലെ തന്നെ ഡീപ്പ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും പ്രോപ്പറായിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു 0 അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡിലോട്ട് നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റിയ ഏരിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു റേഞ്ചിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഡീപ്പ് പ്രീമിയം എന്ന് പറയുന്ന ഈ ഒരു സോണിലായിട്ട് നമുക്ക് ഈ ഒരു ഡൗൺ സൈഡിലോട്ടൊരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡീപ്പ് ഡിസ്കൗണ്ട് ഏരിയ, അതുപോലെ തന്നെ ഗ്രേ സോൺ, അതുപോലെ തന്നെ ഈ ഒരു 0.0, അതുപോലെ തന്നെ 0.33, 0.5, 0.66, അതുപോലെ തന്നെ 1. ഇവിടെ വളരെയധികം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ സോൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ്. ഗോൾഡൻ സോൺ എൻട്രി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എങ്ങനെ ഈ ഒരു ഗോൾഡൻ സോൺ എൻട്രി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഡീപ്പ് പ്രീമിയം, ഗ്രേ സോൺ, ഡീപ്പ് ഡിസ്കൗണ്ട് ഇത്രയും ഏരിയ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഡീപ്പ് പ്രീമിയം ഏരിയയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ സോൺ ഏരിയയ്ക്കും ഇടയിലൊരു റേഞ്ച് ഉണ്ട്. അത് നമ്മൾ
OTE അല്ലെങ്കിൽ OTZ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഏതെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ഏരിയയെ തട്ടി പോകുക എന്നുള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ഏരിയ ഇപ്പം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്ന റേഞ്ചിൽ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് വന്ന മാർക്കറ്റാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്ന് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള ഏരിയ അല്ല, നേരെ മറിച്ച് അല്ലാണ്ട് മാർക്കറ്റ് ഇങ്ങനെ പുൾ ബാക്ക് ചെയ്ത് കയറി വരുമ്പോൾ ഓക്കെ, ഒരു ഗോൾഡൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഡീപ്പ് പ്രീമിയം ഏരിയയിലായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലായിട്ടായിരിക്കും എന്ത് വരുന്നത്, ആ ഒരു ഗോൾഡൻ സോൺ എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് വരുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എൻട്രി അല്ലെങ്കിൽ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എൻട്രി എടുക്കാം. അപ്പം ഇവിടെ നമ്മൾ എന്തിന് ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ മാർക്കറ്റ് എന്താണ്, നല്ല സ്ട്രോങ് ആയിട്ട് അപ്പ് സൈഡിലോട്ട് കയറി പോകുന്ന മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിൽ എന്തുണ്ട്, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. ഇവിടെ ഒരു 3 ഫെയർ വാല്യൂ ഗ്യാപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ഫെയർ വാല്യൂ ഗ്യാപ്സിൽ നമ്മൾ എങ്ങനെ ഇവിടെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള FEG ഇതിനകത്ത് എവിടെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻട്രി എവിടെയാണ്, നമുക്ക് എക്സ്ട്രാ കൺഫർമേഷൻസ് കിട്ടുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിബ് യൂസ് ചെയ്തു. ഇവിടെ ഗ്രേ സോൺ കാണാം, അതുപോലെ തന്നെ ഡീപ്പ് ഡിസ്കൗണ്ട് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഡീപ്പ് പ്രീമിയം ഏരിയ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരിക്കലും പോയി ഡീപ്പ് പ്രീമിയം ആയിട്ടുള്ള ഏരിയ പോയി നമ്മൾ അപ്സൈഡിലോട്ട് എൻട്രി പുഷ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ 2 FEG ആണ്, ഈ ഒരു FEGയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡീപ്പ് ഡിസ്കൗണ്ട് ഏരിയയിലാണ് ഈ 2 FEGയും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 2 FEG നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ്, നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, നമുക്ക് സേഫായിട്ടുള്ള എൻട്രി. ഇപ്പോൾ ഇവിടെയൊക്കെ എൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി ഈ ഒരു റേഞ്ച് വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നത് ആ ഒരു റേഞ്ചിലോട്ട് വന്നതിന് ശേഷമായിരിക്കും പമ്പ് ചെയ്ത് തിരിച്ചു പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ മേലിൽ സപ്ലൈയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഈ റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ ചിലപ്പോൾ മാർക്കറ്റ് ഈ റേഞ്ചിലോട്ട് എത്താൻ വളരെ 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 സമയമെടുത്ത് കഴിയും. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു 2 FEG ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. ഈ ഒരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് വെച്ചാൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, അപ്പം നമ്മൾ ടെക്നിക്കലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ഒരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വോളിയം ട്രേഡഡ് അറ്റ് ഈച്ച് പ്രൈസ് ലെവൽ. നമുക്ക് ഈ ഒരു ചരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ബാഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഈ ഒരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ, ഈ ഒരു ടെക്നിക്കലായിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്താലേ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് അവൈലബിൾ ആവത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ബട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ടെക്നിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഈ ഒരു ടൂള് നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യും എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ബാഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓരോരോ ബാഴ്സിലും ഈ കയറി നിൽക്കുന്ന ഓരോ ബാഴ്സിൽ അത്രത്തോളം വോളിയം ഓർഡേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. അവിടെ അത്രയും ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ അത്രത്തോളം ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും വർക്കായിട്ടുള്ളത്? സ്മാർട്ട് മണി ആയിരിക്കും വർക്കായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഒരു EURUSDയുടെ 4 hour ചാർട്ട് കാണാൻ പറ്റും. ഈ ഒരു EURUSDയുടെ 4 hour ചാർട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ഒരു റേഞ്ചിലായിട്ട് വളരെയധികം വോളിയം നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള ഏരിയ അപേക്ഷിച്ച്. ഓക്കെ, നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്നും ഈ ഒരു റേഞ്ച് വരെ നമ്മൾ ആ ഒരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലായിട്ട് നിങ്ങൾക്ക് വളരെയധികം ആ ഒരു വോളിയം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്കായിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ. ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ഏറ്റവും ഡീപ്പായിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ FEG ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഒരു റേഞ്ച് മുതൽ ഈ ഒരു റേഞ്ച് വരെ
മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷമാണ് നമുക്ക് എന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അഥവാ FEG കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് എവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ടിറങ്ങി പോകാനാണ് ചാൻസ് കൂടുതലെന്നാണ് നമ്മൾ നോക്കുന്ന കാര്യം. ഓക്കെ, അപ്പം ഇവിടെ വളരെയധികം വോളിയം എന്താണ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു റേഞ്ച് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്, പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഈ ഒരു റേഞ്ച് മുതൽ ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈല് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം സെക്കൻഡ് മിതിഗേഷൻ ഓഫ് ദ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സെക്കൻഡ് മിതിഗേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 4 hourൽ എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനി മാർക്കറ്റ് എന്താണ് ഈ ഒരു റേഞ്ച് നമ്മൾ ഒരു 4 hourലെ സപ്ലൈ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്താണ് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. അതിലുപരി എന്താണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ എടുത്തിട്ടുണ്ട്. ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു റേഞ്ച് വരെ മാർക്കറ്റ് പമ്പ് ചെയ്ത് താഴോട്ട് പോയതിന് ശേഷമാണ് മാർക്കറ്റ് സ്ലോ ആയിട്ട് വന്ന് ഈ ഒരു 4 hourലെ എന്താണ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു സെക്കൻഡ് മിതിഗേഷൻ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ചാൽ മാർക്കറ്റ് നെക്സ്റ്റ് ഈ ഒരു റേഞ്ചിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുമ്പോൾ നമുക്കിവിടെ എന്താണ് നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാം. മാർക്കറ്റ് ആ ഒരു സെക്കൻഡ് മാർക്കറ്റ് വന്ന് അവിടെ വന്ന് മിതിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിലാണ് നമുക്ക് അഡീഷണൽ കൺഫർമേഷൻസും കാര്യങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഞാൻ പറഞ്ഞു തന്ന കാര്യം VSR പാറ്റേൺ, അതുപോലെ തന്നെ വോളിയം ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈല്, അതുപോലെ തന്നെ സെക്കൻഡ് മിതിഗേഷൻ, അതുപോലെ തന്നെ ഡീപ്പ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ നല്ല സെൻസിറ്റീവായിട്ടുള്ള എന്താണ് കുറച്ച് കൺഫർമേഷൻ രീതികളാണ്. അപ്പം ഇതിലുപരി നിങ്ങൾക്കിനി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള എപ്പിക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വോളിയം ഇൻഡിക്കേറ്ററിനെ പറ്റി ഫണ്ടമെൻ്റലി നല്ലോണം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സെക്കൻഡ് മിതിഗേഷൻ, അതുപോലെ തന്നെ വോളിയം പ്രൊഫൈല്, അതുപോലെ തന്നെ വോളിയം ഇൻഡിക്കേറ്ററും പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കൺഫർമേഷൻസ് എടുത്തുകൊണ്ട് എൻട്രിൽ പുഷ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ RSI നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ EMA യൂസ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ്, നല്ല നല്ല ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ എന്താണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് ആ ഒരു സപ്ലൈ ഡിമാൻഡ് ഏരിയാസൊക്കെ നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല നല്ല എൻട്രികൾ പുഷ് ചെയ്യാനും പറ്റും. നല്ലതുപോലെ നമുക്ക് ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്ത് മാറ്റാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.